മനമോടെ ഒരു ജനമായി ഒരുമയോടെ യൂത്ത് ഫോർ ക്രൈസ്റ്റ്. അണയുവിൻ 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 യുവജനമേ, ഒരുങ്ങുവിൻ 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 യുവജനമേ. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവാനുഗ്രഹം, ദൈവാനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓടി അങ്ങോട്ട് കൈവശപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണോ? ആണോ? അതെ, അങ്ങനെ സംശയമൊന്നുമില്ല. ദൈവം അത് എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവം ഉറപ്പാക്കുന്നുണ്ട്. ആരെയും ദൈവം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ദൈവം തന്നെ അനുഗ്രഹം കൊടുക്കാൻ പോകുന്നത് ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദൈവം അതെല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ആത്മീയ കൃപയുടെ ആഴോ അളവോ ഒന്നും എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നമുക്ക് പാരമ്പര്യമായി ലഭിച്ചൊരു വിശ്വാസമാണെങ്കിൽ കൂടിയും ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അല്ലേ? ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തെ കൂടുതൽ തേടുന്നത്. അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അനീതി നിറഞ്ഞൊരു പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല. ഒരു അനീതി നിറഞ്ഞൊരു പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല. പക്ഷെ ദൈവം നമുക്ക് വളരെ വ്യക്തമായ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിലൂടെ ദൈവം നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് എന്താണ്? ചോദിക്കുവിൻ. ഈശോ ചോദിക്കാൻ പഠിപ്പിച്ചു. ഈശോ ചോദിക്കാൻ പഠിപ്പിച്ചുകൊണ്ടല്ല നമ്മൾക്ക് ചോദിച്ചത്, നമ്മുടെ ആവശ്യത്തിന് ചോദിച്ചത്. വല്ലതും കിട്ടിയോ? വല്ലതും കിട്ടിയോ? കിട്ടിയ അനുഭവങ്ങൾ കുറവാണ്. എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് കിട്ടിയില്ല? പ്രിയപ്പെട്ടവരെ, ചോദിച്ച ചോദ്യങ്ങളെല്ലാം തികച്ചും നീതിപൂർണങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആണോ? അതെ. വീട്ടിൽ നാളുകളായിട്ട് അപ്പൻ മദ്യപിക്കുകയാണ്. വീട്ടിലുള്ള സകല പൈസയും കൊണ്ട് അപ്പൻ ബാറ് കൊടുക്കുകയാണ്. വീട് കുട്ടിച്ചോറാക്കി. എൻ്റെ ദൈവമേ, ഈ അപ്പൻ്റെ കുടി ഒന്ന് മാറ്റിത്തരണേ. ഈ പ്രാർത്ഥന അനീതിയുടെ പ്രാർത്ഥനയാണോ? അല്ല. എന്നിട്ട് എന്ത് കിട്ടാത്തെ? ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇവിടെ എന്നെ കേൾക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. നമ്മുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. ഒരുപക്ഷെ ചില വിഷയങ്ങളൊക്കെ ഇതുവരെ നമ്മുടെ കയ്യിലായിട്ടില്ല. ചില വിഷയങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ഉലയ്ക്കുന്നുണ്ട്. ദൈവമേ, വലിയ റാങ്കൊന്നും വേണ്ട, ആ വിഷയം ഒന്ന് കഷ്ടി ഒന്ന് കടന്നു കിട്ടിയാൽ മതി. ഒന്ന് ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ വിഷയത്തിൽ എനിക്ക് ഒരു ഗ്രിപ്പ് തരണം, ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ. ആ ചോദ്യം ഒരു അനാവശ്യ ചോദ്യമാണോ? അല്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? പലരും പറയുകയാണ്, ദൈവം ഞങ്ങളെ മറന്നു, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, ദൈവത്തിന് പക്ഷപാതമുണ്ട്, ചില വ്യക്തികൾക്ക് കൊടുക്കുന്നു, ഞങ്ങൾക്ക് തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവത്തിൽ നിന്നും ചോദിച്ചത് കിട്ടിയ അനുഭവമായിട്ടല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പലരും നിരാശരാണ്, പലരും ചോദ്യം നിർത്തി. ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, ഇനി എന്തിനാ ചോദിക്കുന്നത്? ചോദിച്ചു മടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വളരെ നിസ്സംഗതയോടെ നിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവം പക്ഷപാതിയല്ല, ദൈവം കരുണയില്ലാത്തവനല്ല, ദൈവം ആരുടെയും മുമ്പിൽ മുഖമടയ്ക്കുന്നവനല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല? അതിന് ഏറ്റവും വ്യക്തമായ ഒരു വചനമാണ്, അതിന് ഉത്തരം നൽകുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. ഐസിയാസ് ചാപ്റ്റർ 59 വേർഡ് 1. ഒത്തിരി പ്രസിദ്ധമായ ഒരു വചനമാണ്, എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, എവിടെയും പറയുന്ന വചനമാണ്. ഏതാണ് ആ വചനം? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോട്ടില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ മാത്രം എന്റെ കാതടഞ്ഞു പോട്ടില്ല. എന്താ പിന്നെ പ്രശ്നം? നിന്റെ അകൃത്യങ്ങൾ എന്റെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, നിന്റെ വിരലുകൾ രക്തപങ്കിലമാണ്, നിന്റെ കൈകൾ അകൃത്യങ്ങളാൽ മലിനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന എനിക്ക് ശ്രവിക്കാൻ കഴിയുകയില്ല. ദൈവം വളരെ ഹൃദയവേദനയോടുകൂടി നമ്മളോട് പറയുന്ന ദിവസമാണ്, നിന്റെ പാപങ്ങൾ നീക്ക്, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരാം. എല്ലാവരും ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 7 തുടങ്ങിയുള്ള വാക്യങ്ങൾ, അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തോട് ശത്രുതയിലാണ്. ജഡിക താല്പര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാപത്തിന്റെ താല്പര്യം. ജഡിക താല്പര്യം, പാപത്തിന്റെ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു മനസ്സ് ദൈവത്തോട് ശത്രുതയിലാണ്. അത് ദൈവത്തിന് നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, അതിന് കീഴ്പ്പെടാൻ കഴിയുകയുമില്ല.
എന്നിട്ട് അടിവരയിട്ട് ആ വചനത്തിന് അവസാനം പറയുകയാണ്, ജഡിക താല്പര്യങ്ങളിൽ അഥവാ പാപത്തിന്റെ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇത്രയും കേട്ട വചനത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഞാൻ പാപത്തിലാണോ എനിക്ക് ദൈവത്തിന്റെ കൃപ കിട്ടത്തില്ല. പ്രിയപ്പെട്ട, ഒരു ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കും ലോകത്തിലും? നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു ദൈവത്തിന്റെ ഇടപെടലില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും ദൈവം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം കൂടിയേ പറ്റൂ. ഏതു നിമിഷവും ഏതൊരു മനുഷ്യനും ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യം വേണം. ദൈവത്തിന്റെ കൃപയില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വളരെ വ്യക്തമാക്കപ്പെടുകയാണ്, ദൈവത്തിന് നമ്മളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടിയ പാപം, ആ പാപത്തിന്റെ കാഠിന്യം ദൈവത്തിന്റെയും എന്റെയും ബന്ധത്തിനിടയിൽ ഒരു പ്രതിബന്ധം തീർത്തിരിക്കുന്നു. ഇവിടെ പാപം നീക്കപ്പെടണം എങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ പാപത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ദൈവ പ്രമാണങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതം നന്മയിലൂടെയാണോ കടന്നു പോകുന്നത് അതോ അയാൾ തിന്മയിലൂടെയാണോ കടന്നു പോകുന്നത്? ഇത് പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താ? നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതിയോ? ഞാൻ കുഴപ്പമില്ലാതെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? പോരാ. എല്ലാവർക്കും ഈ ജീവിതത്തിൽ ഓരോരോ നിയമങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള ഓരോരുത്തരും അവരവരുടെ നിയമങ്ങളുമായിട്ട് പോകുന്നു. എന്നാൽ പൊതുവായൊരു നിയമം വേണോ? പൊതുവായൊരു നിയമം വേണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്കാണ് തകിടം മറിച്ചിലുണ്ടാകുന്നത്. ദൈവത്തിന്റെ നിയമം അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിലൂടെയാണോ പോകുന്നത് അതോ നന്മയിലൂടെയാണോ പോകുന്നത്? ഇത് പരിശോധിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ദൈവത്തിന്റെ നിയമങ്ങൾ. പ്രിയപ്പെട്ടവർ, എത്ര സുതാര്യമാണെന്നറിയോ ഈ നിയമങ്ങൾ? എല്ലാവരുടെ ജീവിതത്തിനെ സുരക്ഷിതപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ. പക്ഷെ നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പനകൾ പാലിക്കാനോ ഈ കൽപ്പനകളോട് ഒരു അടുത്തു വരാനോ നമുക്ക് താല്പര്യമില്ല. പലരും ഇതിനെ ലംഘിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ ഇതിന്റെ ആഴവും അർത്ഥം അറിയാൻ പലർക്കും താല്പര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും തിരിച്ചറിയും ഇതെല്ലാവർക്കും വേണ്ടിയുള്ള പ്രമാണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രമാണങ്ങളെ സ്നേഹിക്കണം. ഈ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആർക്കാണ് ദൈവം തന്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ആർക്കാ? നാട്ടിൽ കൂടെ നടക്കുന്ന എല്ലാവർക്കും ദൈവം തന്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചോ? നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി തരാമെന്ന് ദൈവം എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണമോ, ആ വ്യക്തി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം വളരെ പ്രസിദ്ധമായ ഒത്തിരി ഇടങ്ങളിൽ പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പ്രമാണങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ വയലും വീടും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രയത്നങ്ങൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കന്നുകാലി കൂട്ടവും നിങ്ങളുടെ വയലും വീടും തൊഴുത്തുമൊക്കെ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വലിയവരായി തീരും. എപ്പോൾ? എൻ്റെ വചനം പാലിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നാ പറഞ്ഞേ? കൽപ്പനകൾ പാലിക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവിക പ്രമാണങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 3 പ്രമാണങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ദൈവ മനുഷ്യ ബന്ധത്തെ കുറിക്കുന്നു. ദൈവവും മനുഷ്യനും നമ്മളുടെ ബന്ധത്തിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ 3 പ്രമാണങ്ങൾ. അതിനുശേഷം വരുന്ന പ്രമാണങ്ങളെല്ലാം തന്നെ മനുഷ്യർക്കിടയിലെ വ്യവഹാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ 3 പ്രമാണങ്ങളാണോ ഏറ്റവും അവസാനം വരുന്ന 7 പ്രമാണങ്ങളാണോ പ്രധാനപ്പെട്ടത്? സംശയം തിരിക്കുന്നു. ആദ്യത്തെ 3 പ്രമാണങ്ങൾ തന്നെ. ആദ്യത്തെ 3 പ്രമാണങ്ങൾ പാലിക്കുന്നവർക്കേ അതിനുശേഷം വരുന്നവ പാലിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യത്തേതുണ്ടെങ്കിലേ അവസാനത്തെ സൂക്ഷിക്കാൻ പറ്റൂ എന്നർത്ഥം. പ്രിയപ്പെട്ടവർ, ആദ്യത്തെ 3 പ്രമാണങ്ങളിൽ ആദ്യമായി ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ. എന്ത് ചെയ്യാവുള്ളൂ? ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. എന്താണ് അങ്ങനെ ദൈവം പറയാൻ കാരണം? ഇവിടെ ഒരു സ്വാർത്ഥതയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ദൈവം പറയുകയാണ്, ഈ ലോകത്തിൽ ഒന്നിനെയും കയറി നിങ്ങൾ ആരാധിച്ചേക്കരുത്. അപ്പനെയോ അമ്മയോ എന്നെക്കാൾ അധികമായിട്ട് നിങ്ങൾ സ്നേഹിച്ചേക്കരുത്. ഈ ലോകത്തിലുള്ള ഒന്നിനെയും കയറി നിങ്ങൾ എന്നെക്കാൾ അധികമായി ആരാധിച്ചേക്കരുത്. ദൈവം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ദൈവം ഒരു സ്വാർത്ഥത വെച്ചുകൊണ്ട് പറയുകയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറഞ്ഞാൽ വിധേയത്വമാണ്. ഞാൻ ഏതൊരു വ്യക്തിയെ, ഏതൊരു ശക്തിയെ, ഏതൊരു ഇസത്തെ, ഏതൊരു സംഗതിയെ ഞാൻ ആരാധിക്കാൻ തുടങ്ങുന്നുവോ ആ സംഗതിക്ക്, ആ വിഷയത്തിന് ഞാൻ അടിമയാണ്. പിന്നെ ഞാൻ അതിൻ്റെ അടിമയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മക്കളെ, ഈ ലോകത്തിൽ ഒന്നിനെയും കയറി നിങ്ങൾ ആരാധിച്ചേക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോക്കാനുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കയറി ആരാധിക്കുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ചില ആൾക്കാർ ഇസങ്ങളെ ആരാധിക്കുന്നു. ചില ആൾക്കാരുടെ മനസ്സ് നിൽക്കുന്നത് ചില വ്യക്തികളാണ്. ചില വ്യക്തികൾ പണത്തിന് അടിമകളാണ്. പണമാണ് ദൈവം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും.
4 കാ കിട്ടിയാൽ ഏത് കളിയും കളിക്കും. നമ്മൾ കാണാറില്ല പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇടയിലൊക്കെ ചില ചെറുപ്പക്കാർ ഒരു തെറ്റും നമ്മളോട് ചെയ്യാത്ത ആൾക്കാരുടെ കൈയും കാലും വെട്ടുന്നു, എന്നിട്ടോ 4 കാശ് മേടിച്ച് സൊള്ളി ജീവിക്കുന്നു. ഇന്ന് അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മുടെ കേരളത്തിലെ ഒരുപറ്റം ആൾക്കാർ ഇന്ന് അങ്ങനെയാണ്. കഴുത്ത് വെട്ടുന്നതിന് ഇത്ര രൂപ, കാല് വെട്ടുന്നതിന് ഇത്ര രൂപ. എന്താ പ്രശ്നം? പണമാണ് അവരുടെ ദൈവം. പണത്തിനു വേണ്ടി ഏത് കളിയും കളിക്കാൻ മടിയില്ല. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രണയ നൈരാശ്യക്കാരുടെ ആത്മഹത്യയാണ്. പ്രിയപ്പെട്ട മോരെ ഞാൻ പ്രോമിക്കുന്നു, നീ പള്ളിയിൽ വാരാമെന്ന് പറഞ്ഞിട്ട് വാരിയില്ലല്ലോ. നിന്നെ ഞാൻ അവിടെ ഒരുപാട് നേരം നക്കി നിന്നു. ഇത് വലിയ കാഷ്ടമായി പോയി കേട്ടോ. 4ാം ക്ലാസ്സുകാരൻ്റെ പ്രണയലേഖനമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. വിചാരിയും കുറ്റിയും കൊളുത്തും ഒന്നുമില്ല വാക്കുകൾക്ക്. കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല, അവനും തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആരാധന നടക്കുകയാണ്. ആരെയാണ് ആരാധിക്കുന്നത്? എന്നിട്ടോ ആരാധന നടത്തി അടിയറ പറയുകയാണ്. ഇന്ന് പല പെണ്ണുങ്ങളും അടിയറ പറഞ്ഞിരിക്കുകയാണ്. ചില ചക്കന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണെങ്ങനെ ലോഡ്ജിൽ പോകും? കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണെങ്ങനെ 2 മാസക്കാലം കറങ്ങാൻ വേണ്ടി റിസോർട്ടുകളിലൂടെ കറങ്ങി നടക്കും? പോകാൻ പറ്റുമോ? പ്രണയത്തെ കുരിഞ്ഞാൽ നീ പോയി പോവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് ശാന്തമായിട്ട് പരിശോധിക്കണം. ഓരോ കുഞ്ഞുങ്ങളും പരിശോധിക്കണം. ഞാൻ എന്തിനെയൊക്കെയാണ് ആരാധിക്കുന്നത്? ചില രാഷ്ട്രീയ ഇസങ്ങളെയാണ് ഞാൻ ആരാധിക്കുന്നത്, ചില നേതാക്കന്മാരെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയായിപ്പോയി, അടിമയായിപ്പോയി. പാർട്ടിയുടെ അടിമ, ഇസങ്ങളുടെ അടിമ, നേതാക്കന്മാരുടെ അടിമ, ചില വ്യക്തികളുടെ അടിമ, ഇരയായി തീർന്നു. ഇന്ന് ഇവിടെ പരിശോധിക്കണം. പരിശോധിച്ച് കർത്താവിനോട് ഏറ്റുപറയണം, കർത്താവെ ഞാൻ ആരാധിച്ചു പോയി. പണത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണത്തിനു വേണ്ടി ഏത് കളിയും ഞാൻ കളിക്കും. ഓരോ കുഞ്ഞുങ്ങളും മാപ്പരക്കണം. അപ്പൊ കർത്താവിൽ നിന്ന് വിടുതൽ തരും. എല്ലാവരും ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സ്വരമൃത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇനി മുന്നോട്ട് നീങ്ങുകയാണ് നമ്മൾ. ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കാൻ പാടില്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകമായിട്ട് ഓർത്തെടുക്കുക, ദൈവത്തിന്റെ നാമത്തെ ദൂഷിച്ച സമയങ്ങൾ, ദൈവത്തെ, ദൈവിക പരിവേഷമുള്ള വ്യക്തികളെ, ദൈവിക പരിവേഷമുള്ള കുദാശയെ, വിശുദ്ധ വചനത്തെ ഒക്കെ അധിക്ഷേപിച്ച് സമയങ്ങൾ ഓർക്കണം. ആദ്യത്തെ പ്രമാണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കൂടി ചിന്തിക്കാനുണ്ട് കേട്ടോ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അന്യദൈവ ആരാധനകൾ ലോകത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഒറ്റ ദൈവമുള്ളൂ നമുക്ക്. ആ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി. വിശുദ്ധമായ ആരാധന നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരു പരിമിതിയുണ്ട് അവിടെ. എന്താണ്? ദൈവമേ, എനിക്ക് അവളെ ഒന്ന് വളച്ചതാ. ഈ പ്രാർത്ഥന ദൈവം പിടിക്കത്തില്ല. പക്ഷേ വളച്ചു തരുന്ന ആൾക്കാരുണ്ടെങ്കിലോ, അങ്ങനെങ്കിൽ പോകാനും ആൾക്കാരുണ്ട്. ആ വഴിക്കാണ്, കുറുക്കു വഴികളിലൂടെ കാര്യം കാണാൻ വേണ്ടിയുള്ള യാത്ര. ആ യാത്രയുടെ പുറകെ പോയ ഒത്തിരി ഇരകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എന്താ പറയുന്നത്, വെറുക്കുത്തുകൾക്കും അടിമപ്പെട്ട് ജീവിതത്തിൽ ഒരു ലെവലേശം നന്മയുടെ അംശമില്ലാതെ ഭയപ്പെട്ട് തകർന്നു തരിപ്പണമായി നികൃഷ്ടരായി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. വേണ്ട 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 വേണ്ട, അത് നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എല്ലാ വഴികളും നമ്മൾ പരിശോധിക്കണം. 3ാമത്തെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ ഒരു സമയക്രമത്തെ പറ്റി അവിടെ ദൈവം പറയുകയാണ്. സമയക്രമത്തെ പറ്റി എന്താണ്? ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് മക്കളെ? പറഞ്ഞു, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? അതിൽ 6 ദിവസം ദൈവം പറയുന്നത് ആരോട് എടുത്തോളാനാ? ഫോർ യു, നീ എടുത്തു. ഇതെന്ത് ന്യായം? ഇതാണ് ദൈവത്തിന്റെ വചന അനീതിയാണെന്ന് പറയുന്നത്. ഒരു ഹൃദയമുള്ള ദൈവം നമുക്ക് 7 ദിവസം തരുകയാ. എന്നിട്ട് പറയാ, മക്കളെ അതിൽ 6 ദിവസം നീ എടുത്തു, ജോലി ചെയ്തു, പഠിച്ചു, ബിസിനസ് ചെയ്തു, കൃഷി ചെയ്തു, എന്താ വെച്ചാൽ ചെയ്തു. ബട്ട് ഒരു ദിവസം എനിക്ക് തരണം. അന്ന് നീ വിശ്രമിക്കണം. അന്ന് നീ എല്ലാത്തിനും അവധി കൊടുക്കണം. അന്ന് നിന്റെ ആത്മാവിന്റെ സുഹൃതത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സ്വരുക്കൊട്ടേണ്ട ദിവസമാണ്. അന്ന് നീ വിശ്രമിക്കണം. അതാണ് ഞായറാഴ്ച ആചരണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ആലോചിക്കുകയും, ഞായറാഴ്ച ആചരണം എവിടെ പോയി? എവിടെ പോയി? കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ദൈവത്തിനുള്ളതും കൂടി എടുത്ത് സീസറിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഒത്തിരി കുടുംബങ്ങൾ തീർന്നു പോകാൻ്റെ കാരണം ഇതാ. ഒത്തിരി വ്യക്തിഗതങ്ങൾ തലമറിഞ്ഞതിന്റെ കാരണം ഇതാ. എന്താണ്? ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ല. എന്റെയും പ്രശ്നം അതായിരുന്നു. പള്ളി പോകത്തില്ലായിരുന്നു. കോഞ്ഞാട്ടയായി പോയി. ഇച്ചിരി വിപ്ലവ ചിന്തയൊക്കെ തലേ കയറിയപ്പോൾ എൻ്റെ അമ്മ, പാവപ്പെട്ട അമ്മ പറയുമായിരുന്നു, എടാ ഒന്ന് പള്ളി കൊണ്ടാക്കണം. തള്ള വീട്ടിൽ കയറിയിരിക്കും മര്യാദയ്ക്ക്. പള്ളിയിലേക്ക് എഴുന്നള്ളാനുള്ള കുഴപ്പം. വല്ല ഞണ്ണൻ ഉണ്ടാക്കിത്താ പള്ളിയിലേക്ക് പോകുന്നു. പള്ളി വിടത്തില്ല. അമ്മയെ പോലും പള്ളി വിടത്തില്ല. പള്ളി പോകത്തില്ല. ഇടവകയിൽ ഒരു വിശുദ്ധ ബലി നടക്കുമ്പോൾ നമ്മൾ വേറെ പരിപാടിയാ. നമുക്കതൊന്നും ഇഷ്ടമല്ല. തീർന്നു പോയി കുടുംബം. മരുന്നൂപ്പി താഴെ വെക്കാൻ നേരമില്ല. 365 ദിവസത്തിൽ പകുതി ദിവസം അമ്മ ആശുപത്രിയിൽ, പറ്റുപടി ആശുപത്രിയിലാണ്, പലർക്കടലല്ല. അതായിരുന്നു പ്രശ്നം. ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഈ ദുരിതങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ധ്യാനം ഒരു ആദ്യം ചോദിക്കുകയാണ്, പള്ളി പോരണ്ടോ നീ? ഇല്ല. എഴുന്നേറ്റ് പോടാന്ന് എന്നോട് പറഞ്ഞേ. പള്ളി പോകാതെ, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കാതെ നീ ദൈവം അനുഗ്രഹിച്ചില്ല എന്നുള്ള പരാതിയായിട്ട് വരുവാണോ? എഴുന്നേരാ പോ. നിന്നെ ഒന്നും അനുഗ്രഹിക്കാനുള്ള ബാധ്യത ദൈവത്തിനില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ,
ഈ പരിപാടിയായിട്ട് പോയാൽ നിന്റെ ജീവൻ തീരുവുള്ളൂ. അന്ന് തുടങ്ങിയതാ പ്രിയപ്പെട്ടവർ ഈ പരിപാടി. മക്കളെ അനുദപിക്കണമെന്ന്. ദൈവമേ, നീ ഇത്രയും സ്നേഹത്തോടെ നിന്ന ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസം ഞങ്ങൾ മാറ്റിവെച്ചില്ല. ചങ്കത്തടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് വിലപിച്ച് പറയണം, ഇത്രയും അനീതി നിറഞ്ഞൊരു ജീവിതം കഴിച്ചവരാണ് ഞങ്ങൾ. ദൈവമേ, ഞങ്ങളുടെ പൊറുക്കണ. കുമ്പസാരത്തിൽ വെച്ച് പറയണം. എല്ലാവരും ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. സ്വരമൊന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇനിയുള്ള ഓരോ പ്രമാണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ പ്രമാണങ്ങളെല്ലാം നിൽക്കുന്നത് മനുഷ്യർക്കിടയിലെ ബന്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിനാദ്യമായി നിൽക്കുന്നു അമ്മയപ്പന്മാരുമായുള്ള ബന്ധം. അമ്മയെയും അപ്പനെയും നീ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. എങ്ങനെയുണ്ട് ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ? വേണ്ട ഏട്ടാ, പറയേണ്ട ഏട്ടാ, ഏറ്റവും പ്രശ്നം ഈ പ്രമാണവുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാരണവന്മാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? ദൈവം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രമാണ മേഖലയാണിത്. കാരണവന്മാരെ സ്നേഹിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം എന്താ? അവർക്ക് അതുപോലെ വേദനയുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടിട്ട്. അറിയാവോ ഒരു അപ്പൻ്റെ അമ്മയുടെയൊക്കെ വിഷമം? അറിയാവോ? അതറിയുന്നവനെ അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സെക്ഷനാണ് പേരൻസ്. കുറെ നാൾ മുമ്പ് ഒരു അപ്പൻ വളരെ വേദനയോട് പറയുകയാണ്, എൻ്റെ മകൻ എനിക്കിട്ട് അടിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാളുടെ ഏറ്റവും വലിയ നൊമ്പരതാണ്, എന്നെ തല്ലി, എൻ്റെ മോൻ എന്നെ തല്ലി. ആ മനസ്സ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒത്തിരി കാരണവന്മാര് കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ഈ മണ്ണിൽ, ഞാൻ സ്നേഹിച്ചു വളർത്തിയോ, പെറ്റു പരിപാലിച്ചു, ഇത്തിരി തെറ്റേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇന്ന് അവൻ്റെ കയ്യിലാണ്, എല്ലാം അവൻ അധികാരി. ഇന്ന് എല്ലാ തരത്തിലും കാരണവന്മാർ വിഷമത്തിലാണ്. രണ്ടുമൂന്ന് പിള്ളേരെ ജനിപ്പിച്ചു എന്നുള്ളതാണ്. ഒരപ്പൻ്റെ വിഷമം അറിയണം, നീ ഒരപ്പനാകണം. ഒരമ്മയുടെ വിഷമം അറിയണം, നീ ഒരമ്മയാകണം. എനിക്കറിയാം, ഞാൻ 6 എണ്ണത്തിൻ്റെ അപ്പനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6 പേര് എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു പോളിസിയാണ്, അതിൻ്റെ ഒരു വിശ്വാസമാണ്. 6 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഞാൻ പെടുന്ന പാട് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ചോദിക്കും, താനെന്തിനാണോ ഈ 5-6 എണ്ണത്തിന്? അതെൻ്റെ കാര്യം, എന്തോ ആവട്ടെ. ജനിച്ച 6 കുഞ്ഞുങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ പരിചരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാരണവന്മാർ സാധാരണക്കാരാണ് ഞാൻ വിചാരിക്കുന്നു. എന്താ പണി? റബ്ബർ വെട്ടാൻ പോക്ക്. പലകാലത്ത് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? അത് കൊണ്ടു തന്നിട്ടല്ലോ നിനക്കൊക്കെ ജീൻസും അതൊക്കെ മേടിച്ചു തരുന്നേ, അല്ലേ? അതെ. സ്നേഹിക്കാറുണ്ടോ? ഇല്ല. അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, വേറെ ആരെയും കുഴപ്പമില്ല. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സുരക്ഷിതരായിരിക്കാൻ പിതാവായ എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ. ഈ ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും അനുസരിക്കണമെന്ന് ദൈവമായ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പനെ അമ്മ അനുസരിക്കണമെന്ന് എന്നിട്ട് പറയാ, മാതാവിനെയും പിതാവിനെയും സ്നേഹിച്ച് അനുസരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങണം. എന്ത് വാങ്ങണം? പ്രാക്ക് വാങ്ങരെന്നും കൂടെ അതിനർത്ഥമുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് അർത്ഥമുണ്ട്. എന്നിട്ട് പറയാ, മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അനുഗ്രഹം ഒരു കുഞ്ഞിൻ്റെ ഭവനത്തെ ബലപ്പെടുത്തും. എന്നാൽ അപ്പൻ്റെയോ അമ്മയുടെ കണ്ണുനീര് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടിക്കളയും. ഇന്ന് പലരും ഉണ്ട്, പരിപാടിയായിട്ട് നടക്കുക. അപ്പനെ അമ്മയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് നീ ബിസിനസ് അവിടെ പോകുകയല്ല മോനെ, പോകുകയല്ല അധികം. അപ്പനെ അമ്മയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ചവിട്ടി ചായച്ചിട്ട് നീ പഠിക്കാൻ പോവുക, പോകില്ലൊരിടത്തും. ഒരു കാലത്ത് ഞാൻ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ച ആളാണ്. തള്ളെന്ന് വിളിക്കത്തുള്ളൂ, കാരണം വിദ്യാഭ്യാസമില്ല. ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നു. 85-കാരിയായ അമ്മ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ കൂടെയാ. വീട്ടിൽ ടോയ്ലറ്റ് കയറിയാൽ മിക്കവാറും ക്ലോസറ്റിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ കഴിക്കുന്നത്, ബക്കറ്റിലൊക്കെ ആയിരിക്കും. ഒരു ചൂലും ഒക്കെ ആയിട്ട് കയറണം, കയറിയതെല്ലാം കാര്യങ്ങൾ ക്ലിയർ ആക്കും. എൻ്റെ മക്കളുടെ കാങ്കലാണ് ഞാൻ എൻ്റെ അമ്മയുടെ വസ്ത്രങ്ങൾ കഴുകുന്നത്. അതിനൊരു കാരണമുണ്ട്. മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവരെ അവൻ്റെ മക്കൾ സ്നേഹിക്കും. ഇങ്ങനൊരു കുരുക്കൂട് കിടപ്പുണ്ട്. കാരണം എനിക്ക് വലുതാകുമ്പം, ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് വസ്ത്രം കഴുകി തരണമെങ്കിൽ ഞാൻ കഴുകി കാണിച്ചു കൊടുക്കണം ആദ്യം മക്കളെ. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കഴുകി കാണിച്ചു കൊടുത്താലേ എൻ്റെ മക്കളുടെ ഡ്രസ്സ് കഴുകി തരത്തുള്ളൂ. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ ബഹുമാനിക്കും. ഇത് കൃത്യമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധയോടെ കേട്ട് വീഴ്ച പറ്റിയാലും നെറ്റ് പറയണം. ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ കേട്ടിട്ട് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് കാല് വീണ കർത്താവേ എന്നോട് ക്ഷമിക്കണേ. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നു ജീവന്റെ മാഹാത്മ്യത്തെ പറ്റി. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ജീവന് നേരെ കടന്നു കയറാൻ പാടില്ല. ദൈവം വളരെ വ്യക്തമാക്കുന്നു ഈ കൽപ്പനയിലൂടെ ഈ ഒരു വികാരം. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ജീവനെതിരെ കടന്നു കയറാൻ നമുക്ക് അവകാശമില്ല മക്കളെ. എവിടെയൊക്കെയാണ് ജീവനെതിരെ നമ്മൾ കടന്നു കയറുന്നത്? മദ്യപിക്കുന്ന വ്യക്തിയാണോ നീ? അതെ ഏട്ടാ, ഇവിടെ ഇങ്ങനെയാണ് ബായി, ഇവിടെ ഇങ്ങനെയാണ് ബായി. വൈകിട്ട് എന്താ പരിപാടി? അങ്ങനെയൊക്കെയാണ് ബായി ഇവിടെ പരിപാടി. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഒരു 3.25 കോടി ലക്ഷങ്ങൾ ആൾക്കാരും ഒരു വർഷം കുടിച്ചുള്ളത് 20,000 കോടി രൂപയാണ്. ഒന്ന് ആലോചിച്ച്, 20,000 കോടി രൂപ ഒരു വർഷം കുടിച്ചു കൊള്ളുന്നു. കേരളത്തിൽ 1000 പഞ്ചായത്തുകളാണുള്ളത്.
ഈ പൈസ ഡിവൈഡ് ചെയ്താൽ ഒരു പഞ്ചായത്തിന് 20 കോടി കിട്ടും ഒരു വർഷം. നമ്മുടെയൊക്കെ പഞ്ചായത്തിലെ പൊതു ബഡ്ജറ്റ് 20 കോടി വരുമോ? ഒന്ന് ആലോചിക്ക്. എത്ര വലിയ തുക കുടിച്ചു മുളുന്ന പിശാചിന്റെ മൂത്രം. എന്തിനു വേണ്ടിയാ? എന്ത് കിട്ടാൻ വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. മദ്യം ചഷകങ്ങളിൽ ചുവന്ന് കലങ്ങി നുരഞ്ഞു പന്തുന്നത് നീ നോക്കിയിരിക്കരുത്. അത് നിന്നെ കടിക്കും, പാമ്പിനെ പോലെ, അണലിയെ പോലെ കൊത്തും. അത് അപകടമാണ്. അകാരണമായ ദുഃഖം ആർക്കാണ്? നിരാശ ആർക്കാണ്? അകാരണമായ നീരസവും വെറുപ്പും ആർക്കാണ്? മറ്റാർക്കുമല്ല, ലഹരി പിടിച്ച് കണ്ണ് ചുവന്നവന് തന്നെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വചനം. എല്ലാവരും ചോദിച്ചു പറഞ്ഞു ഹല്ലേലൂയ. എങ്ങനെയാ മദ്യപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം പോകുന്നത്? പ്രിയപ്പെട്ടവരെ, മദ്യപിക്കുമ്പോൾ മദ്യത്തിൽ മെയ്തൽ അല്ലെങ്കിൽ ഈതൽ ആൽക്കഹോൾ നേരെ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാണെന്നറിയോ? കരളിലേക്കാണ്. കരളിലെ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമുമായിട്ട് അത് റിയാക്ട് ചെയ്യും. എന്നിട്ടോ അവിടെ വലിയൊരു ഉൽപ്പാദനമാണ് നടക്കുന്നത്. അസിറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു മാരകമായ വിഷത്തെ ഈ പ്രക്രിയയിലൂടെ കരൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വിഷം കരൾ ശരീരത്തിൽ നിന്നാൽ ശരീരത്തിന് അത് അപകടമായതുകൊണ്ട് ശരീരത്തിലെ കരൾ തന്നെ മറ്റൊരു വലിയ പ്രതിപ്രവർത്തനം വഴി അതിനെ അസിറ്റിക് ആസിഡ് ജലവുമാക്കി മാറ്റും. ഈ പ്രക്രിയക്കിടയ്ക്ക് നല്ലൊരു ശതമാനം ഇതിൻ്റെ അംശം ഞരമ്പുകളിലൂടെ സഞ്ചരിച്ച് തലച്ചോറ് ചെല്ലും. വേറൊരു ശതമാനം വേർപ്പിലൂടെ പുറത്തു പോകും, കുറച്ച് യൂറിലൂടെ പുറത്തു പോകും. ഇങ്ങനെ ഞരമ്പിലൂടെ സഞ്ചരിച്ച് തലച്ചോറിൽ ചെല്ലുന്ന ഈ വിഷാംശം തലച്ചോറിലെ ഹൈപ്പത്താലമസ് എന്ന് പറയുന്ന ഏരിയ ഒന്ന് ബ്ലോക്ക് ആക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ് പൂസ് അഥവാ കിക്ക്, ഒരു വെയ്റ്റ്ലെസ്നെസ്. ഈ ഒരു സുഖാനുഭൂതിക്ക് വേണ്ടി മോനെ നീ മദ്യപിക്കുമ്പോൾ നിന്റെ കരൾ തീരുവാ. മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് നീ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിഷേധമാണ്. പോടാ പുല്ലേ എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും തലതിരിവാണ് മദ്യപാനത്തിന്റെ പിന്നിലെ ഒരു മനസ്സ്. ദൈവം നൽകിയ മനോഹരമായ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി തീർത്തുകൊണ്ട് നീ ദൈവത്തിന് മുന്നിൽ ഞെളിയുക. മക്കളെ വേണ്ട, ഇന്ന് അനുഭവിക്കണം. ദൈവമേ, ഞാൻ എൻ്റെ കരൾ കളഞ്ഞവനാണ്, എൻ്റെ സുബോധം കളഞ്ഞവനാണ്, എൻ്റെ പോക്കറ്റ് കാലിയാക്കിയവനാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ മദ്യത്തിൻ്റെ കെടുതികളെ പറ്റി ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ ഒരു ദിവസം പറയാനുണ്ട്. അതുണ്ടാക്കുന്ന വിപത്തുകൾ, സാമ്പത്തിക നഷ്ടം മാത്രമാണ് നമ്മുടെ പ്രശ്നം. അതുണ്ടാക്കുന്ന അപകടങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, എവിടേക്കാണ് മക്കളെ പോകുന്നത്? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞ് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് കർത്താവിനെ തീരുമാനിക്കണം, ദൈവമേ ഇല്ല, പോകരുത്. എത്ര പേരുടെ ജീവിതം കണ്ടവരാ നമ്മൾ, എത്ര പേരുടെ കണ്ണുനീരും ദുരിതം കണ്ടവരാ നമ്മൾ. മക്കളെ വേണ്ട. അതുകൊണ്ട് തമാശയ്ക്ക് വേണ്ടിയെങ്ങാനും ആണെങ്കിൽ കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. മാത്രമല്ല ഇന്ന് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുഭവിക്കണം. നമുക്കതിൽ നിന്ന് മുഴുവായി പുറത്തു വരണം. എല്ലാവരും ചൊന്നു പറഞ്ഞു ഹല്ലേലൂയ. മദ്യപാനം മാത്രമാണോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കേട്ടിട്ടുണ്ടോ? ഇതെവിടെയെങ്കിലും ഉണ്ടോ? സിനിമാ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഒരു പരസ്യം, മാറ്ററാ നമ്മൾ വിസിലടിക്കും, മാറ്ററാ, ഇത് കണ്ടു മടുത്തു, മാറ്റടാ. എൻ്റെ പൊന്നു മോനെ, നിനക്കുള്ള മുന്നറിയിപ്പാണ്. ഒരു തവണ പുകവലിക്കുമ്പോൾ ഈ സാധനം അകത്തേക്ക് കയറി വന്നിട്ട് ശ്വാസകോശത്തെ അടച്ചുകളും നിന്നോട് ചെയ്യുന്ന കിരാതമായ കടന്നുകയറ്റം. അത് വേണ്ടാന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ പരസ്യം. നീ കേൾക്കാറുണ്ടോ ഇത്? ഇന്ന് പലതവനും ഒന്നുമില്ല. പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ ശരീരത്തിൽ അടിഞ്ഞുകൂടി, ഞരമ്പിൽ അടിഞ്ഞുകൂടി ശരീരത്തിലെ സുഗമമായ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു. പുകവലിയിലൂടെ കടന്നു വരുന്ന വിപത്ത് എത്ര വലുതെന്നറിയോ? ചിന്തിക്കുക, അവസാനിപ്പിക്കുക. തീരുന്നില്ല. കയ്യിലിട്ട് തിരുമി ഇവിടെ വെക്കുന്ന ഒരു സാധനമുണ്ട്. കേരളത്തിൽ അത് നിരോധിച്ചു. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സാധനം. കിലുങ്ങുന്ന പേപ്പറിൽ വർണ്ണക്കടലാസിൽ കാണുന്ന നിശബ്ദമായി നമ്മളെ കൊല്ലുന്ന കൊലയാളി. ക്യാൻസർ വരാൻ 400% വരെ സാധ്യതയുള്ളൊരു സാധനം. അത് എന്തിനാ മേടിച്ച് ഉപയോഗിക്കുന്നത്? അല്പം രസത്തിന് വേണ്ടി. അതിനകത്ത് ചേരുവകൾ എന്തൊക്കെയാ? മയക്കുമരുന്ന്, പൊടിച്ചു ചേർത്ത കുപ്പിച്ചില്ല്, റോസ്റ്റ് ചെയ്ത ഉൾക്ക, ഇതെല്ലാം കൂടെ ഇട്ടിങ്ങോട്ട് തരും. നിസാര പൈസ കൊടുത്ത് നീ വായി വെക്കും, വായിൽ വ്രണമാകും, ഇവിടുത്തെ സ്പർശനശേഷി നഷ്ടപ്പെടും, അവസാനം വ്രണമാകും, ക്യാൻസറാവും. മോനെ എവിടേക്ക് പോകെ? നിനക്ക് വേണേ കാണണമെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്ത് എവിടെയെങ്കിലുമൊക്കെയുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഒന്ന് പോയാൽ മതി. അവിടെ ചെന്നിട്ട് അവിടെ ക്യാൻസർ മൂലം വായും നാവൊക്കെ അഴികിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വെറ്റില മുറക്കും പുകയിലയും ഇതുകൂടി തമ്പാക്കും ഇതുകൂടി സാധനമൊക്കെ തിരികെ വെച്ചെന്ന് പരിണത ഫലമായി ജീവിതം തീർന്നുപോയ കുറെ പേരുണ്ട്. ഒന്ന് ചെന്ന് കാണും, നല്ലതായിരിക്കും. എന്നിട്ട് തീരുമാനിച്ച് വേണോ വേണ്ടയോ എന്ന്. എത്ര മനോഹരമാണ് നമ്മുടെ നാവൊക്കെ. എന്തിനു കൊല്ലണം? ഏറ്റവും വലിയ വങ്കത്തരം, പൊട്ടത്തരം, വഞ്ചന പറഞ്ഞു പറ്റിച്ചിരിക്കുക അല്ലേ? എല്ലാ പാക്കറ്റിലും എഴുതിയിട്ടുണ്ട് വാർണിംഗ്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കണ്ടിട്ട് തന്നെ നീ മേടിച്ച് വലിക്കുന്നത്, ശരിയല്ലേ? എല്ലാ മദ്യപാനികളെയും കാത്തിരിക്കുന്ന ഒരു ബോർഡുണ്ട്. എന്താണ്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, വേണ്ട വേണ്ട. ഇപ്പോൾ ആരോഗ്യവകുപ്പ് വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുക, സിഗരറ്റ് പാക്കറ്റിൽ ശ്വാസകോശ അർബുദത്തെ പറ്റി വ്യക്തമായി അതിൻ്റെ പടം കൂടി കാണിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കണം. ഒരു സിഗരറ്റ് പാക്കറ്റിൻ്റെ 45-50% ഈ വാണിംഗ് നിറഞ്ഞു നിൽക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശനമായിട്ട് പറഞ്ഞിരിക്കുക. ഇത് കണ്ടിട്ടല്ല മോനെ നീ വലിക്കുന്നത്, എവിടേക്ക് പോക്ക്?
അത്രത്തോളം നീ പെട്ടുപോയി, അത്രത്തോളം നീ അന്ധതയിൽ പെട്ടുപോയി. അതുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിക്കുക, രക്ഷപ്പെടുക. ഉപസാരത്തിൽ രക്ഷപ്പെടണം. എല്ലാവരും ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മാത്രമാണോ പരിപാടി? ജീവന് നേരെയുള്ള കടന്നുകയറ്റോട്ട് മുന്നോട്ട് പോകുമ്പം ഇന്ന് പിള്ളേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദമാണ് ആത്മഹത്യ. എന്താണ് ആത്മഹത്യ? ഒന്ന് പറഞ്ഞ് രണ്ടാമതൊരു തീർക്കും. ഇന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുക. അപ്പാ ടീ എന്താണ്? ഞാൻ മുസ്ലിമിനെ കെട്ടും, ഇക്കായെ കെട്ടും. കെട്ടിച്ചു തരുന്നുണ്ടോ? തരിയല്ല മോളെ. കെട്ടിച്ചു തരുന്നുണ്ടോ? ഇല്ല. ടീ വിട്ടമാട്ടെ. ഇനി എന്താ പറയുന്നത്, സിനിമയിലെ എന്താ പറയുന്നത് നാഗവല്ലിയെ പോലെയാണ്. നീ കെട്ടിച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീടിന് മുമ്പ് ഞാൻ നിന്നെ കഴുത്തെ പിടിച്ച് രക്തം കുടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുവാണ്. മോളെ നായകിരി നായർ, നീ അല്ലെങ്കിൽ മുസ്ലിം മോള് കെട്ടിക്കൂ. പിന്നെ ചാകാതിരുന്ന കാറുന്നമാരെ റിമോട്ട് കൺട്രോൾ നിർത്തുവാണ്. ജീവൻ വെച്ചിട്ട കളി. മക്കളെ വേണ്ട. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, അമൂല്യമാണത്. അത് വെച്ച് കളിക്കരുത്. അതെടുത്ത് ഭീഷണിപ്പെടുത്താനുള്ള സാധനമല്ല. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഒരു ജീവൻ പരിപാലിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്ര മണിക്കൂറാണ് മക്കളെ കിടന്ന് പെടാപ്പാടുപെടുന്നത്. നീ ജീവനെതിരെ എന്തെല്ലാം കളിയാ കളിക്കുന്നേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ജീവൻ വെച്ചുള്ള കളി വേണ്ട. ഇന്ന് ചിലരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അവസാനിപ്പിച്ചേക്കാം, എല്ലാം തീരുമല്ലോ. എല്ലാം തീരുവോ? അറിയില്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം എടുത്തു. പൗലോസിന്റെ മുമ്പിൽ രണ്ടുപേര് തീരുമാനിച്ചിരിക്കുക, ഇപ്പൊ ചാകും. പൗലോസ് അവരോട് പറയുന്നുണ്ട്, എന്താണ്? സാഹസം കാണിക്കരുത്. ഇവിടെ കണ്ണടച്ചാൽ നീ കണ്ണു തുറക്കുന്ന എവിടെയായിരിക്കും? അവിടെയാ പ്രശ്നം. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നിത്യ നരകത്തിലാണ് നീ കണ്ണു തുറക്കാൻ പോകുന്നത്. ഇപ്പൊ പിള്ളേർക്ക് തീരുമാനമുണ്ട്, ഒന്ന് പറഞ്ഞ രണ്ടാമത് ഇപ്പൊ ചത്ത് കളഞ്ഞേക്കാം, രക്ഷപ്പെടും അല്ല മക്കളെ. നിസ്സാര കാര്യത്തിന് നീ കുടുക്കിപ്പെടാൻ പോവുക. അറിയില്ലെങ്കിൽ കേട്ടോ, ഏറ്റവും വലിയ ദൈവനിഷേധമാണിത്. ദൈവത്തിനെതിരെയുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണിത്. ആത്മഹത്യ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ പറയുകയോ അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞോ, ദൈവമേ തെറ്റിപ്പോയി, ഇനി അങ്ങനെയില്ല, ഞാൻ ആരോടും പറയില്ല. കഷ്ടപ്പാടുണ്ടായാലും പ്രശ്നമുണ്ടായാലും ഞാൻ ഈശോയുടെ കൂടെ പോവും, എന്നെ ദൈവം അനുഗ്രഹിക്കും, അങ്ങനെയൊന്നും പറയില്ല. ഒരു പ്രമാണത്തിലൂടെ കടന്നുപോയി നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കേണ്ടി വരും. എന്താണ്? ശരീരത്തിൻ്റെ പരിശുദ്ധി. വ്യഭിചാരം ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നമ്മളോട്. വേണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം കർശനമായിട്ട് നമ്മോട് പറയാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ദൈവം നിൽക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും സെക്സ് ആണെന്ന് പറയും. ഇയാൾ രജനീഷിൻ്റെ അനുയായിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? സെക്സ് സ്വാമിയുടെ അനുയായിയാണോ? അതുകൊണ്ടല്ല മക്കളെ, തിരിച്ചറിവുകൊണ്ട് പറയുക. ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ദൈവം കൊടുക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ സമ്മാനം കൊടുത്തു. അതാണത്ര എന്ത്? ലൈംഗികത. എന്താ ലൈംഗികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം? സൃഷ്ടിക്കാനുള്ള കഴിവാണത്. സൃഷ്ടികർത്താവിൻ്റെ കഴിവ്. സൃഷ്ടിക്കുക എന്നുള്ളത് ആരുടെ കഴിവാ? ദൈവത്തിൻ്റെ കഴിവാ. നമ്മൾ സാധാരണ ക്രിയേറ്റർ എന്ന് വിളിക്കുന്ന ആരെയാ? ദൈവത്തെ. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? സൃഷ്ടിക്കാനുള്ള അധികാരം, ജീവന് ആരംഭം കുറിക്കാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൈമാറിക്കൊടുത്തു. അതാണ് ലൈംഗികതയുടെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും വലിയൊരു മനോഹാരിതയും അതിൻ്റെ ഏറ്റവും വലിയ ആന്തരിക ഭംഗിയും. എന്നാൽ സൃഷ്ടികർമ്മത്തിലേക്ക് മനുഷ്യൻ വരണം. സൃഷ്ടിക്കാനുള്ള അധികാരം ദൈവം മനുഷ്യൻ കൊടുത്തു. മനുഷ്യൻ പറയാ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം നമ്മുടെ ചിന്ത പോലെയല്ല ദൈവത്തിന്റെ ചിന്ത. സൃഷ്ടികർമ്മത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കണം. സൃഷ്ടികളിലേക്ക്, ദാമ്പത്യ ധർമ്മത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി ദൈവം ലൈംഗികതയുടെ പിന്നിൽ വളരെ ആനന്ദകരമായ ഒരു സന്തോഷത്തെ കൂടി ചേർത്ത് കൊടുത്തു. അതാണ് സെക്സിന്റെ സന്തോഷം. ലോകത്തിൽ ഇന്നൊരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉദാത്തമായ ഒരു ആനന്ദമാണ് ലൈംഗികതയുടെ ആനന്ദം. ഈ ആനന്ദം 5 നിമിഷം നേരത്തേക്കുള്ളൂ. അത് വളരെ ഹ്രസ്വമായ ഒരു കാലത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും മനസ്സിനെ ഏറ്റവും ഉന്മാദിപ്പിക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് മനുഷ്യരെ ഒരു ഇണയും തുണയുമായി ഒരുമിച്ച് ചേർക്കാൻ, അവർക്കൊരു ആകർഷണം ഉണ്ടാകാൻ, അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി, അവർ ദാമ്പത്യ ധർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടി ലൈംഗികതയുടെ പിന്നിൽ ദൈവം ലൈംഗികതയുടെ പിന്നിലെ ഒരു സന്തോഷത്തെ കൂടി ഒളിപ്പിച്ചു വെച്ചു കൊടുത്തു. അതാണ് സെക്സിന്റെ സന്തോഷം. പക്ഷേ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, എല്ലാത്തിനെ കുറിച്ച് ഉദ്ദേശമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലൈംഗികതയുണ്ട്, ലൈംഗിക അവയവങ്ങളുണ്ട്. പക്ഷെ നമ്മളാരും ആ സമയത്ത് ആ കാര്യത്തിൽ പക്വതയുള്ളവരല്ല. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ശരീരം വളരുന്നു, വൈകാരികമായി നമ്മൾ വളരുന്നു. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ലൈംഗിക അവയവങ്ങൾ വളരുന്നു, വൈകാരികമായി നമ്മൾ വളരുന്നു. ആ സമയത്തൊന്നും നമ്മളെ ഈ ലൈംഗിക സന്തോഷം അനുഭവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പിന്നെ എപ്പോഴത് അനുഭവിക്കേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. വിവാഹം എന്ന കുദാശയിലൂടെ നമ്മളും നമ്മുടെ മാതാപിതാക്കളും സമുദായവും സമൂഹവും എല്ലാം സമ്മതിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നമുക്കായി ചേർത്ത് തരുമ്പോൾ, ആ വ്യക്തിയെ വിവാഹമെന്ന കുദാശയിലൂടെ നമ്മൾ സ്വയം വരിക്കുമ്പോൾ ആ വ്യക്തിയുമായി ചേർന്ന് സന്തോഷിക്കാനുള്ളതാണ് ലൈംഗിക സന്തോഷം. അല്ലാതെ കണ്ട അവിടെ ഇവിടെ കൊണ്ട് ചെളിപറ്റിക്കാനുള്ളതല്ല മക്കളെ.
ഇന്ന് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വഴിപിഴയ്ക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ഏറ്റവും കൂടുതൽ വഴിപിഴയ്ക്കുന്ന ഒരു വ്യക്തി ഈ കാര്യത്തിൽ വഴിപിഴച്ചാൽ പോകുന്ന ഏറ്റവും അവസാനം വരെ അറം പറ്റുന്ന ഒരു മേഖല കൂടിയാണിത്. എത്ര വിശിഷ്ടമായ ഒരു കാര്യമാണ് ലൈംഗികത. അതിനെ കൊണ്ടെത്തിച്ചത് ഇവിടെ. പ്രിയപ്പെട്ടവർ, അതിന് സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ദൈവം നൽകുന്ന ഒരു സമയത്താണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അച്ചടക്കത്തിലും വിശുദ്ധിയിലും നമ്മളതിനെ സൂക്ഷിക്കണം. എന്നിട്ട് ദൈവം അനുവദിക്കുന്ന ഒരു സമയത്ത് നമുക്കത് യഥേഷ്ടം അനുഭവിക്കാം. ആരോടൊപ്പം? നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം. അതെ, അതിനുവേണ്ടിയാണ് സെക്സ്, അതിൻ്റെ സന്തോഷം. ഇന്ന് ആ സാധനത്തെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി സിനിമക്കാരുണ്ട്, ടി വിക്കാരുണ്ട്, സൈറ്റുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. സോഷ്യൽ മീഡിയ വളരെ ശക്തമായിട്ടുണ്ട്. സിനിമയിലൊക്കെ ഇപ്പം എന്താ കാണുന്നത്? ഇത് കാണാൻ പോകുന്നത് നീ ഓർക്കണം, നിന്നെയും കൊണ്ട ഇത് പോകൂ, അല്ലേ? ഇന്നത് കാണാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? സ്വന്തം അമ്മയെ പോലും മര്യാദ നോക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവർ, എന്ത് ഗതികേടാ. ചിരിക്കണം, ഇന്ന് ചിന്തിക്കണം. എവിടേക്കാ പൊക്ക്? സ്വന്തമായി ചിന്തിക്കണം. അതാണ് മണ്ണൊക്കെ ശരിയാ, എല്ലാം ശരിയാ. കണ്ട് 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 മനസ്സ് മരവിപ്പിക്കുന്ന ഈ സാധനം നിന്നെ എവിടെ എത്തിക്കും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു ലൈംഗികതയുണ്ട്. എപ്പോഴാ? എൻ്റെ വിവാഹ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, അതല്ല നമുക്ക് വേണ്ടത്. കൂത്തഴിഞ്ഞു പോവുകയാണ് നമ്മൾ. അതിന് കാരണം എന്താ? നിന്റെ വായനയല്ലേ? അതിന് കാരണം എന്താ? നിന്റെ കാഴ്ചയല്ലേ? തിരിച്ചറിയണം. അതിന് വഴികൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ഓരോ വഴിയും അടയ്ക്കണം. അടച്ചിട്ട് കർത്താവിനോട് ഏറ്റുപറയണം, ദൈവമേ ഞാൻ വഴി വിട്ടുപോയി. പ്രാർത്ഥിക്കണം. ഇല്ല, നിന്നെയും കൊണ്ടേ പോകൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശദമായൊരു പരിശോധനയുടെ സമയമായിരിക്കുന്നു. നമ്മുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏറിയാൽ 10, 20, 25 ഈ ഒരു കാലത്തിന് ശേഷം വിശദമായ നീണ്ടൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരുക്കം ഇവിടെ നടത്തണം. അതിനാണ് ഈ കുമ്പസാരം. ഓരോ പാപവഴികളിലേക്കും നമ്മൾ ചിന്തിക്കണം. ചെന്നിട്ട് ഓരോ പാപങ്ങളും കണ്ടുപിടിക്കണം. അത് ഉത്തമമായ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വെച്ച് ഏറ്റുപറഞ്ഞ് പുറത്തു വരണം. നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയണം.